ഹായ്, വെൽക്കം ടു ലേണേഴ്സ് അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്, കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റേസിസ്, സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ. ഈ പാഠത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ അല്ല, പുതിയൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്കറിയാം, ഈ ഹോർമോൺ അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് അതുവഴി ഉണ്ടാകുന്ന രോഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എന്താണ് ഈ ഹോർമോൺ എന്നുള്ളത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. ഈ പാഠത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ഹോർമോൺ ആൻഡ് ദെയർ ഫങ്ഷൻസ് അല്ലേ. നമ്മുടെ ബോഡിയിലെ ആരാണ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്, ഇതെപ്പോഴാണ് ഉൽപ്പാദിപ്പിക്കുക, ഇനി ഇതിന് അളവ് കൂടിയാലും കുറഞ്ഞ പ്രശ്നങ്ങളുണ്ടോ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കെമിക്കൽ മെസ്സേജസ് അല്ലേ, രാസ സന്ദേശങ്ങളാണ്. എന്താണ് ഹോർമോൺ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡൗട്ടുകൾ നമുക്കുണ്ടായിരിക്കും. നമ്മൾ അധികമായിട്ട് ഇതിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നില്ല, നേരെ നമ്മൾ ചാപ്റ്ററിലേക്ക് പോവാണ്. അതിന് മുമ്പ് നമ്മൾ പഠിച്ച ഫസ്റ്റ് ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ പറഞ്ഞൊരു വേർഡ് ഉണ്ട്, നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. ഇതൊക്കെ കേട്ട് പരിചയമുള്ള ആളാണ്. നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥ, ഷോർട്ടാക്കി നമ്മൾ NS എന്നതിന് ഷോർട്ടാക്കി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും, ഏകദേശം മസ്കുലർ ആക്ടിവിറ്റീസിനെ, ഓർഗൻ സിസ്റ്റത്തെയൊക്കെ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് അല്ലേ, അത് ഏകോപിപ്പിക്കുന്നു, അതുപോലെ നിയന്ത്രിക്കുന്നു. അപ്പോൾ നെർവസ് സിസ്റ്റം വളരെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ്, ഒരു നാഡീ വ്യവസ്ഥ അല്ലേ. നാഡീ വ്യവസ്ഥ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏകദേശം നിയന്ത്രിക്കുന്ന ആരാണ്? നാഡീ വ്യവസ്ഥയാണ്. ഇത് കൂടാതെ എന്തെങ്കിലും വ്യവസ്ഥ ഉണ്ടോ, എന്തെങ്കിലും സിസ്റ്റം നമ്മുടെ ബോഡിയിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നു. അതേപോലെ മറ്റൊരു സിസ്റ്റം നമ്മുടെ ബോഡിയിലുണ്ട്, അയാളുടെ പേരാണ് എൻഡോക്രൈൻ സിസ്റ്റം. എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയും. ഇതും എന്താണ്, ഒരു ഓർഗൻ സിസ്റ്റം തന്നെയാണ്. ഇത് വിളിക്കുന്ന പേരാണ് അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത്. അന്തസ്രാവി വ്യവസ്ഥ. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കുക, നെർവസ് സിസ്റ്റത്തിനെ പോലെ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന മറ്റൊരു സിസ്റ്റമാണെന്ത്, എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥ. അപ്പോൾ എന്തായിരിക്കും ഇയാളുടെ ഫങ്ഷൻ? അപ്പോൾ പഠിച്ചു വെക്കുക, നമ്മുടെ ശരീരത്തിൽ എന്ത് നടക്കുന്നുണ്ട്? റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദന ശേഷി, അതുപോലെ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. ഇതൊന്നും പെട്ടെന്ന് നടക്കുന്നതല്ല അല്ലേ. ഇന്ന് ഉറങ്ങിയ നാളെ എണീക്കുന്ന സമയത്ത് നന്നായിട്ട് വളരുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ പെട്ടെന്ന് നടക്കുന്നുണ്ടോ? അപ്പോൾ ഓരോന്നിനും ഓരോ ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഇതൊക്കെ നടക്കുന്നത് ഗ്രാജുവലി അല്ലേ, സാവധാനത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? എൻഡോക്രൈൻ സിസ്റ്റമാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരാം. ഫസ്റ്റ് പഠിച്ചു വെക്കുക, ഇവിടെ ബോളിൽ ശ്രദ്ധിക്കുക, ഈ NS എന്ന് പറഞ്ഞാൽ നാഡീ വ്യവസ്ഥ, നെർവസ് സിസ്റ്റം. അപ്പോൾ നെർവസ് സിസ്റ്റത്തിന്റെ കൂടെ തന്നെ കാണപ്പെടുന്ന മറ്റൊരു അവയവ വ്യവസ്ഥയാണ് അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റമാണ് എന്ത്, എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥ. സോ എൻഡോക്രൈൻ സിസ്റ്റം ഈസ് എ ഓർഗൻ സിസ്റ്റം ദാറ്റ് വർക്ക്സ് അലോങ് വിത്ത് നെർവസ് സിസ്റ്റം അല്ലേ. നെർവസ് സിസ്റ്റത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കാണപ്പെടുന്ന ഒരു അവയവ വ്യവസ്ഥയാണെന്ത്, എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ നാഡി അന്തസ്രാവി വ്യവസ്ഥ. ടു പെർഫോം ദീസ് ഫംഗ്ഷൻ, ഇതിന്റെ ധർമ്മങ്ങളൊക്കെ ഒന്ന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പഠിച്ച ഫസ്റ്റ് പോയിന്റ് എന്താ, നാഡി വ്യവസ്ഥയോട് ചേർന്ന് കാണപ്പെടുന്ന ഒരു അവയവ വ്യവസ്ഥയാണെന്ത്, അന്തസ്രാവി വ്യവസ്ഥ. പഠിച്ചല്ലോ. രണ്ടാമത്തെ പോയിന്റ്, ഈ അന്തസ്രാവി വ്യവസ്ഥയിൽ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ആരാണ് കാണപ്പെടുന്നത്? അയാളുടെ പേരാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത്. അന്തസ്രാവി ഗ്രന്ഥികൾ. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ പഠിച്ച പോയിന്റാണ്, എൻഡോക്രൈൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥയിൽ കാണപ്പെടുന്നത് ആരാ? എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ. എൻഡോക്രൈൻ ഗ്ലാൻഡ്, അന്തസ്രാവി ഗ്രന്ഥികൾ. അന്തസ്രാവി ഗ്രന്ഥികളാണ്, സോറി, അന്തസ്രാവി ഗ്രന്ഥികൾ. ഓക്കെ. ഇനി അപ്പം ആദ്യം എൻഡോക്രൈൻ സിസ്റ്റം പഠിച്ചു, എൻഡോക്രൈൻ ഗ്ലാൻഡ് പഠിച്ചു. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ സക്രീറ്റ് ചെയ്യുന്ന സക്രീഷനെ പറയുന്ന പേരാണെന്ത്, ഹോർമോൺസ് അല്ലെങ്കിൽ ഹോർമോണുകൾ. അപ്പോൾ സെക്രീഷൻ ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഈസ് കോൾഡ് ഹോർമോൺസ്. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്, അന്തസ്രാവി ഗ്രന്ഥികൾ സ്രവിക്കുന്ന സ്രവങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹോർമോൺ എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് ഹോർമോൺ എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഹോർമോൺസ് എന്താണ്? സെക്രീഷൻ ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്, ഈ അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സെക്രീഷൻസ് അല്ലേ,
അതാണ് എന്ത് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഹോർമോൺ പഠിച്ചു. ആദ്യം പഠിച്ച പോയിന്റ് ഓർത്ത് വെക്കുക, നാഡീ വ്യവസ്ഥയോട് ചേർന്ന് കാണപ്പെടുന്ന വ്യവസ്ഥയുടെ പേരാണ് എന്ത്? അന്തസ്രാവി വ്യവസ്ഥ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം. എന്താ രണ്ടാമത് പഠിച്ചത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്, അന്തസ്രാവി ഗ്രന്ഥി അല്ലേ. ഇതെന്താ? എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ആരാ കാണാം? എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് കാണാം. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ എടുക്കുന്ന പേരാണെന്ത്? ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക്കാണ് ദെൻ ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ചു. ഹോർമോൺ എവിടേക്ക് എത്തണം? നമ്മുടെ സെല്ലിലേക്ക് എത്തണം, കോശത്തിലേക്ക് എത്തണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ കോശങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ജസ്റ്റ് നോക്കാൻ പോവാണ്. ഇവിടെ ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ്, ഒരു അന്തസ്രാവി ഗ്രന്ഥി. ഓക്കെ, ഇതൊരു അന്തസ്രാവി ഗ്രന്ഥിയാണ് കേട്ടോ, എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഇനി ഇവിടെ ഒരു കോശമുണ്ട്, ഒരു കോശം, സെല്ല്. ഓക്കെ, ന്യൂക്ലിയസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ അന്തസ്രാവി ഗ്രന്ഥി ഉൽപ്പാദിപ്പിച്ച സ്രവമാണല്ലോ ഹോർമോൺ. അങ്ങനെയെങ്കിൽ ഇയാൾ എന്ത് ചെയ്തു? ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചു. അത് നമ്മൾ ഇത് ഡിനോട്ട് ചെയ്തത് ഹോർമോൺ ആണ്. ഈ അന്തസ്രാവി ഗ്രന്ഥി ഉൽപ്പാദിപ്പിച്ച ഹോർമോൺ ആണ് ഈ H എന്ന് പറയുന്നത്. ഈ ഹോർമോൺ എന്ത് ചെയ്യണം? ഈ കോശത്തിലേക്ക് എത്തിയാൽ ഈ കോശത്തിന് എന്ത് സംഭവിക്കും? കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം. മറ്റൊരു ഉദാഹരണം, ഈ അന്തസ്രാവി ഗ്രന്ഥി ഉൽപ്പാദിപ്പിച്ച ഹോർമോൺ ഒരു ഗ്രോത്ത് ഹോർമോൺ ആണ്, GH, വളർച്ചാ ഹോർമോൺ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഹോർമോൺ ഈ കോശത്തിലേക്ക് എത്തിയാൽ ഈ കോശം എന്ത് ചെയ്യും? വളരും. കോശത്തിന് മാറ്റങ്ങൾ സംഭവിക്കും, നമ്മുടെ ശരീരം വളരും. സംഭവം മനസ്സിലായിട്ടുണ്ടല്ലോ? സംഭവം ഇത്രയേ ഉള്ളൂ. അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എവിടേക്ക് എത്തണം? നമ്മുടെ കോശങ്ങളിലേക്ക് എത്തണം, സെല്ലിലേക്ക് എത്തണം. ഓക്കെ, ഇനി ആരാണ് ഈ അന്തസ്രാവി ഗ്രന്ഥി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഈ ഹോർമോണിനെ കോശത്തിലേക്ക് എത്തിക്കുക? വേഗം ശ്രദ്ധിക്കുക, ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അപ്പം രണ്ട് സൈഡിലാണ് അല്ലേ, രണ്ട് സ്ഥലത്താണ്. അപ്പം ഇവിടെ നിന്ന് ഈ ഹോർമോണിനെ കോശത്തിലേക്ക് കൊണ്ടുപോകാൻ ഇതേപോലെ ഒരു കുഴൽ, ഒരു ചെറിയ ട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഹോർമോൺ എന്ത് ചെയ്യാം? ഇതിൻ്റെ ഉള്ളിലൂടെ എവിടേക്ക് പോകാൻ പറ്റുമായിരുന്നു? അതിനുള്ളിലൂടെ ആരോടേക്ക് പോകാം? സെല്ലിലേക്ക് പോകാം. ക്ലിയർ? ഇവിടെ അന്തസ്രാവി ഗ്രന്ഥിയിൽ നിന്ന് ഒരു വഴി കോശത്തിലേക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഹോർമോൺ അതിനുള്ളിലൂടെ കയറി പോവാം. പക്ഷേ ഇവിടെ എന്തില്ല? അത്തരത്തിലുള്ള ഒരു കുഴലോ മറ്റു സംവിധാനങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡക്ട്ലെസ് ഗ്ലാൻഡ്. ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻഡ് അല്ലെങ്കിൽ നാളീരഹിത ഗ്രന്ഥി എന്ന് വിളിക്കുന്നു. സംഭവത്തിലേ ഉള്ളൂ, അന്തസ്രാവി ഗ്രന്ഥിയിൽ നിന്ന് ഹോർമോണുകളെ കോശത്തിലേക്ക് കൊണ്ടുപോകാൻ എന്തില്ല? പ്രത്യേക കുഴലോ മറ്റു സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നു? ഡക്ട്ലെസ് ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നു. ആരെ? അന്തസ്രാവി ഗ്രന്ഥിയെ. പിന്നെ എങ്ങനെയായിരിക്കും ഇവിടെയുള്ള ഹോർമോണിനെ കോശത്തിലേക്ക് കൊണ്ടുപോവുക? ആ കൊണ്ടുപോകുന്ന ആളാണ് ആര്? ബ്ലഡ്. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ ഇനി അങ്ങോട്ട് പഠിക്കുന്നതിലേക്ക് നമ്മൾ ബ്ലഡിന്റെ ഫംഗ്ഷൻ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആരാണ് ഇവിടെ ഈ ഹോർമോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഈ ബ്ലഡ് ആണ്. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ബ്ലഡിന്റെ ഫംഗ്ഷൻസുകളൊക്കെ അല്ലേ. അപ്പോൾ അന്ന് നമ്മൾ പഠിച്ചതാണ് ട്രാൻസ്പോർട്ട് ഹോർമോൺ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇപ്പോഴാണ് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ അന്തസ്രാവി ഗ്രന്ഥിയിൽ നിന്ന്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ നിന്ന് ഹോർമോണിനെ കോശത്തിലേക്ക് കൊണ്ടുപോകുന്ന ആരാണ്? ബ്ലഡാണ്. അപ്പോൾ രക്തം എന്ത് ചെയ്യും? ഈ ഹോർമോൺ എടുത്തിട്ട് നേരെ എവിടേക്ക് പോകും? കോശത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ കോശത്തിലേക്ക് എന്തെത്തി? ഈ ഹോർമോൺ എത്തി. അപ്പോൾ എന്ത് ചെയ്യും? ആ കോശങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കും. ഇനി പറയുന്ന മറ്റൊരു പോയിന്റാണ്, ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മളിവിടെ 3 സെല്ലുണ്ട്, 3 കോശങ്ങളുണ്ട്. ഇതൊരു കോശം, ഇത് 2ാമത്തെ കോശം, ഇത് 3ാമത്തെ കോശം. ഇവിടെ അന്തസ്രാവി ഗ്രന്ഥി ഒരു ഹോർമോണാണ് ഉൽപ്പാദിപ്പിച്ചത്. നമ്മൾ പഠിച്ചിരിക്കേണ്ട പോയിന്റാണ്, എല്ലാ ഹോർമോണിനും എന്ത് ചെയ്യാൻ പറ്റൂല? എല്ലാ കോശത്തിലേക്കും പോകാൻ പറ്റൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു ഹോർമോൺ എന്ന് വെച്ചിട്ട് എല്ലാ കോശത്തിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? പോകാൻ പറ്റൂല. അപ്പോൾ ഈ ഓരോ ഹോർമോണിനും ഓരോ കോശത്തിൽ പോയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രവർത്തിക്കാൻ കഴിയുള്ളൂ, ആക്റ്റീവ് ആകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ഇവിടുത്തെ ഈ H എന്ന് പറയുന്ന ഹോർമോണിന് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശം ഇതാണ് എന്ന് വിചാരിക്കാം, ഈ കോശമാണെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഈ ഹോർമോണിന്റെ ടാർഗറ്റ് സെൽ അല്ലെങ്കിൽ ലക്ഷ്യകോശമാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ?
ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യകോശങ്ങൾ എന്ന് പറയുന്നത്. ഈ ഹോർമോണിന് ഈ കോശത്തിലും പോകാൻ പറ്റൂല. അതുകൊണ്ട് ഇത് രണ്ടും എന്തല്ല? ഇയാളുടെ ടാർഗറ്റ് സെൽ അല്ല. ഓക്കെ, ഇനി പുതിയൊരു ഹോർമോൺ എന്താ? വീണ്ടും എന്താ ഈ രൂപത്തിൽ ഹോർമോൺ ഒന്ന് സ്റ്റാർ ഒരു ഹോർമോൺ എന്ന് വിചാരിക്കാം. ഇതൊരു ചെറിയ സിമ്പിളാണ്. ഈ ഹോർമോൺ പ്രവർത്തിക്കാൻ കഴിയുന്ന കോശം ഇതാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇയാളുടെ ലക്ഷ്യകോശം ഏതാണ്? ഇതാണ്. ഇയാൾക്ക് എന്താ പറ്റൂല? ഇങ്ങോട്ട് പോകാൻ പറ്റൂല. അതുപോലെ ഇയാൾക്ക് ഇങ്ങോട്ടും പോകാൻ പറ്റൂല. ഇനി വീണ്ടും എന്താ ഇങ്ങനെ ഹോർമോൺ വന്നു. ഇയാൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശം ഇതാണെങ്കിൽ ഇയാളുടെ ലക്ഷ്യകോശം ഇതാണ്. അപ്പോൾ ഓരോ ഹോർമോണിലും പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളാണ് അവയുടെ ലക്ഷ്യകോശങ്ങൾ എന്ന് പറയുന്നത്. സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 പ്ലേയേഴ്സ് ഉണ്ട്. മെസ്സി ഉണ്ട്, റൊണാൾഡോ ഉണ്ട്, നെയ്മർ ഉണ്ട്. 3 ടീമുണ്ട്. അപ്പോൾ മെസ്സിക്ക് തോന്നുകയാണ് ബ്രസീലിൽ പോയിട്ട് കളിക്കണം. പറ്റുമോ? ഇല്ല. മെസ്സിക്ക് കളിക്കാൻ പറ്റുന്ന ടീം ഏതാ? അർജന്റീനയാണ്. അതുകൊണ്ട് മെസ്സിയുടെ ലക്ഷ്യ ടീം അർജന്റീന. എന്നതുപോലെ ഓരോ പ്ലേയേഴ്സിനും ഓരോ ടീമുകളുണ്ട് അല്ലേ? ഓരോ ഹോർമോണിനും ഓരോ സെല്ലുകളുണ്ട്. അതാണ് അവയുടെ എന്ത്? ടാർഗറ്റ് സെൽ അല്ലെങ്കിൽ ലക്ഷ്യകോശങ്ങൾ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമ്മൾ ലക്ഷ്യകോശങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ ടാർഗറ്റ് സെൽ പഠിച്ചു. നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, എങ്ങനെയാണ് ഹോർമോൺ കോശത്തേക്ക് പ്രവേശിക്കുക? കോശത്തിനുള്ളിലേക്ക് കടക്കുമോ അതോ കോശത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണോ ചെയ്യുക? ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഹോർമോൺ എവിടേക്ക് പോവുക? സെല്ലിലേക്ക്, ടാർഗറ്റ് സെല്ലിലേക്ക് പോവാം. ചിത്രത്തിൽ നോക്കാം. ഇത് സെല്ലാണ് കേട്ടോ. ഇത് ഇങ്ങോട്ടൊക്കെ നമ്മുടെ കോശത്തിന്റെ ഭാഗമുണ്ട്. നമുക്ക് ആവശ്യമുള്ള ചെറിയ ഭാഗം വരച്ചിട്ടുള്ളൂ. ഇത് ന്യൂക്ലിയസ് ആണ്. ഇവിടെ ഈ സെല്ലിന്റെ ഈ ഭാഗം സിമ്പിളായിട്ട് സെല്ല്, അതിൻ്റെ ഏറ്റവും പുറത്തുള്ള ഭാഗം നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ, അല്ലെങ്കിൽ കോശസ്തരം എന്നൊക്കെ പറയില്ല, സെൽ മെംബ്രെയിൻ എന്നൊക്കെ പറയും. ഇതാ ഈ സെൽ മെംബ്രെയിൻ, ഏറ്റവും പുറത്തുള്ള ആ ഒരു ചുറ്റും കാണുന്ന ആ സംഭവം. അപ്പോൾ ആ സെൽ മെംബ്രെയിനിൽ ഒരു കറുപ്പ് കളറിലാണ് കാണുന്നുണ്ട് അല്ലേ? ഇയാളുടെ പേരാണെന്ത്? റിസപ്റ്റർ. എന്താ വിളിക്കുക? റിസപ്റ്റർ, അല്ലെങ്കിൽ ഗ്രാഹി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാഹി. അപ്പോൾ ഇവിടെ സെല്ലിന്റെ പ്ലാസ്മ സ്ഥലത്ത്, സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരത്തിൽ ആരുണ്ട്? റിസപ്റ്ററുകളുണ്ട്. ഇത് റിസപ്റ്ററാണ്, ഇത് റിസപ്റ്ററാണ്, ഇതൊക്കെ റിസപ്റ്ററാണ്. ഓക്കെ, 3 റിസപ്റ്ററുകളുണ്ട്. ഇനി നേരെ തൊട്ടിപ്പുറത്തേക്ക് ശ്രദ്ധിക്കുക. ഇവിടെ ആരുണ്ട്? എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥിയുണ്ട്. ഈ അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിച്ച ഹോർമോണുകളാണ് ഈ നീല കളറിൽ ചെറിയ ചെറിയ കല്ലുകളാക്കി നമ്മൾ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെയുള്ള ഈ ഹോർമോൺ, ഇത് ഹോർമോണാണ്, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഹോർമോണാണ്. അതൊക്കെ ഈ ഹോർമോൺ എന്ത് ചെയ്യണം? ഈ കോശത്തെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുക അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹോർമോൺ എവിടേക്ക് വരും? ഈ കോശത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ കോശത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടോ. അപ്പോൾ ഇവിടെ ഹോർമോണുകളുണ്ട്, ഇതൊക്കെ ഹോർമോണുകളുണ്ട്. ഇനി ഈ ഹോർമോൺ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇതിനുള്ളിലൂടെ അങ്ങോട്ട് കയറിപ്പോകില്ല. ഈ ഹോർമോൺ എന്താ ചെയ്യുക? ആദ്യം ഈ റിസപ്റ്ററിൻ്റെ അടുത്തേക്ക് വരും. യെസ്, ഈ സെല്ലിൻ്റെ, കോശത്തിൻ്റെ കോശസ്ഥലത്ത് കാണപ്പെടുന്ന ഈ റിസപ്റ്ററിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആര് കമ്പനിയായി? ഇവിടെയുള്ള ഈ ഒരു ഹോർമോണുകൾ കമ്പനി. ഇപ്പം ഇവർ തമ്മിൽ എന്ത് ചെയ്തു? ഭയങ്കര കമ്പനിയായി അല്ലേ? ആരൊക്കെയുണ്ട് അതിൽ? ഈ ഒരു കോമ്പൗണ്ടിൽ ആരൊക്കെയുണ്ട്? ഹോർമോൺ ഉണ്ട്, റിസപ്റ്റർ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് ഇതാ നാം വരച്ചിരിക്കുന്ന ഈ കള്ളിക്കകത്ത് പാരുണ്ട്, ഒരു ഹോർമോൺ ഉണ്ട്, ഒരു റിസപ്റ്റർ ഉണ്ട്. ഈ ഹോർമോൺ റിസപ്റ്റർ കൂടിയാൽ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. എന്താ വിളിക്കുക? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്, അല്ലെങ്കിൽ ഹോർമോൺ ഗ്രാഹി സംയുക്തം എന്ന് വിളിക്കും. ഹോർമോൺ ഗ്രാഹി സംയുക്തം. എന്താ ഹോർമോൺ ഗ്രാഹി സംയുക്തം എന്ന് പറഞ്ഞാൽ? അതിൽ ഒരു ഹോർമോൺ ഉണ്ട്, അതിൻ്റെ റിസപ്റ്ററും ഉണ്ട്. ഹോർമോൺ ആൻഡ് ഇറ്റ്സ് റിസപ്റ്റേഴ്സ്. അപ്പം ഇവിടെയും ഒരു ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെട്ടു, ഇവിടെയും ഒരു ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെട്ടു. എന്തായിരുന്നു സംഭവം? ഹോർമോൺ ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു? ഈ ഗ്രാഹിയുമായിട്ട് അവർ കൂടിച്ചേർന്ന് അവർ തമ്മിൽ എന്ത് ചെയ്തു? ഒരു കോമ്പൗണ്ട്, ഒരു സംയുക്തം രൂപപ്പെടുത്തി. അതിന് വിളിക്കുന്ന പേരാണെന്ത്? ഹോർമോൺ ഗ്രാഹി സംയുക്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ഈ കോംപ്ലക്സ് ഫോം ചെയ്തപ്പോൾ ഈ കോശത്തിനകത്തുള്ള എൻസൈം, എന്താണ്? കോശത്തിനകത്തുള്ള എൻസൈം അല്ലെങ്കിൽ രാസാഗ്നികൾ എന്ത് ചെയ്തു? ആക്റ്റീവായിട്ട് മാറി, പ്രവർത്തനക്ഷമതയുള്ളതായിട്ട് മാറി. അപ്പോൾ ഈ കോശത്തിന് എന്ത് സംഭവിച്ചു? ചേഞ്ചസ്, കോശത്തിന് മാറ്റങ്ങൾ സംഭവിച്ചു. നമ്മൾ ആവശ്യം എന്തായിരുന്നു? ഈ കോശത്തിന് എന്ത് ചെയ്യുക? എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുക. ഏത് വഴി? ബൈ ദ ഹോർമോൺ. അപ്പോൾ ഹോർമോൺ എന്താ ചെയ്തത്? നേരെ വന്നിട്ട് സെല്ലുള്ളിലേക്ക് തുളച്ച് കയറിയിട്ടില്ല. ഹോർമോൺ എന്ത് ചെയ്തു?
അതിൻ്റെ കോശസ്തരത്തിലുള്ള ആ റിസപ്റ്ററുമായിട്ടൊന്ന് കൂടി കമ്പനിയായി അല്ലേ, ഒരു സംയുക്തം രൂപപ്പെടുത്തി. അതിൻ്റെ പേരാണെന്ത് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ആ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്തപ്പോൾ കോശത്തിനകത്തുള്ള രാസാഗ്നികൾ എൻസൈംസ് ആർ ആക്ടിവേറ്റഡ് വിത്തിൻ ദ സെൽ അല്ലെ, കോശത്തിനകത്തുള്ള എൻസൈമുകൾ എന്ത് ചെയ്തു, ആക്റ്റീവായിട്ട് മാറി. അതിൻ്റെ ഫലമായിട്ട് കോശത്തിനകത്ത് എന്ത് സംഭവിച്ചു, മാറ്റങ്ങൾ, ചേഞ്ചസ് സംഭവിച്ചു. ഓക്കെ, ആസ് എ റിസൾട്ട് ചേഞ്ചസ് ഒക്കർ ഇൻ ദ സെൽ. ഇതാണ് സംഭവം. നമ്മളിപ്പോൾ നോക്കിയത് എന്താണ്, എങ്ങനെയാണ് ഒരു ഹോർമോൺ ലക്ഷ്യകോശങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ടുള്ള ഹോർമോൺ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഹോർമോൺ എന്തൊക്കെയായിരിക്കാം? ഹോർമോൺ ചിലപ്പോൾ എന്തായിരിക്കാം, പ്രോട്ടീൻ ആയിരിക്കാം, അല്ലെങ്കിൽ പെപ്റ്റൈഡ് ആയിരിക്കാം, സ്റ്റിറോയിഡ് ആയിരിക്കാം, ഫാറ്റി ആസിഡ് ആയിരിക്കാം. ഈ കെമിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ എന്തായിട്ട് പറയുന്നുണ്ട്, ഹോർമോൺസ് ആയിട്ട് പറയുന്നുണ്ട്. ഇനിയാണ് നമ്മൾ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ഗ്ലാൻഡ്. 10 എൻഡോക്രൈൻ ഗ്ലാൻഡുകളുണ്ട്, അതിലേക്ക് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 10 എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാൻ പോകും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് 10 എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികൾ. നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതൊക്കെയാണ്, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ എൻഡോക്രൈൻ അന്തസ്രാവി ഗ്രന്ഥികൾ, അത് ഉൽപ്പാദിക്കുന്ന ഹോർമോൺ, അതിൻ്റെ ധർമ്മങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില ഹോർമോൺ കൂടിയാലും കുറഞ്ഞാലൊക്കെ രോഗങ്ങളുണ്ടാവും, അതും പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ജസ്റ്റ് എൻ്റെ ബോഡിയിലേക്ക് ശ്രദ്ധിക്കുക. എൻ്റെ ബോഡിയിൽ ഇവിടെ മുതൽ എൻ്റെ തലയുടെ ഈ ബ്രെയിൻ മുതൽ ഇങ്ങനെ താഴോട്ട് വന്നൊക്കെ ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് നമ്മൾ പറയുന്ന സംഭവമാണ് ഹൈപ്പോതലാമസ്. ബ്രെയിനിൽ ഈ ഭാഗത്ത് 3 പഠിക്കാണ്ട്. ഹൈപ്പോതലാമസ് ഇവിടെയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആരുണ്ട്, പിറ്റ്യൂട്ടറി. രണ്ടാമത്തെ പേരാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അത് കഴിഞ്ഞ് പൈനിയൽ. അങ്ങനെ 3 ഇവിടെയായി, ബ്രെയിനിലായി. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഹൈപ്പോതലാമസ്, ഹൈപ്പോതലാമസ്. രണ്ടാമത്തെ ഇവിടെ കാണുന്ന ആളുടെ പേരാണ് പിറ്റ്യൂട്ടറി എന്ന് പറയും. എന്താണ് പിറ്റ്യൂട്ടറി? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ദെൻ മൂന്നാമതാണ് പൈനിയൽ. അപ്പോൾ ഇവിടെ തലയുടെ ഭാഗത്തിനായി 3 കുറച്ചുകൂടി താഴോട്ടിറങ്ങിയത് അവിടെ ഈ ട്രക്കിയുടെ ഭാഗത്ത് കാണുന്ന ആളുടെ പേരാണ് തൈറോയിഡ്. എന്താണ് തൈറോയിഡ്? ആ തൈറോയിഡിന് നേരെ ബാക്കിൽ ഒരാളുണ്ട്, അയാളുടെ പേരാണെന്ത്, പാരാതൈറോയിഡ്. എന്താ വിളിക്കുക, പാരാതൈറോയിഡ്. അപ്പം തൈറോയിഡ് കഴിഞ്ഞു, അതിന് ബാക്കിൽ ആരുണ്ട്, പാരാതൈറോയിഡ്. ഇപ്പോൾ ഇവിടെ വരെ നമ്മൾ കഴിഞ്ഞു. തൊട്ട് താഴെ നെഞ്ചിൻ്റെ ഈ താഴെ ഭാഗത്ത് മാറലിൻ്റെ നേരെ അടിയിൽ കാണുന്ന സ്റ്റേണം, നമ്മുടെ നെഞ്ചിന് താഴത്ത് കാണുന്ന ആളുടെ പേരാണ് തൈമസ്. അപ്പോൾ ഏതൊക്കെയായി, ഹൈപ്പോതലാമസ് ആയി, പിറ്റ്യൂട്ടറി ആയി, പൈനിയലായി, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ് ആയി. ഇനി നെക്സ്റ്റ് കുറച്ചുകൂടെ അബ്ഡോമിനൽ ഭാഗത്ത്, നമ്മൾ വയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ പഠിച്ചത് പാൻക്രിയാസ് കഴിഞ്ഞാൽ നമ്മുടെ വൃക്കയുടെ മുകളിൽ, അതും ഈ ഭാഗത്ത് തന്നെയാണ് കാണുന്നത്, നമ്മുടെ അബ്ഡോമിനൽ ഭാഗത്ത് കാണുന്ന ആളുടെ പേരാണ് അഡ്രീനാലിൻ എന്ന് പറയുന്നത്. ദെൻ 8 ഈ 8 എല്ലാവർക്കും കോമൺ ആണ്. അപ്പോൾ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പൈനിയൽ, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്, പാൻക്രിയാസ്, അഡ്രിനാലിൻ. ഈ 8 എല്ലാവർക്കും കോമൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലും ഫീമെയിലൊക്കെ ഒരു മാറ്റമില്ല, എല്ലാവർക്കും ഒരുപോലെയുണ്ട്. ഇനി മെയിലിന് വരുന്ന സമയത്ത് മെയിലിന് മാത്രം കാണുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ പേരാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ടെസ്റ്റിസ് അല്ലെങ്കിൽ വൃഷണങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയും. ബാക്കിയൊക്കെ നമ്മൾ ഇതേ രൂപത്തിൽ തന്നെയാണ് എഴുതുന്നത്, വൃഷണങ്ങൾ. സ്ത്രീകളിലേക്ക് വരുന്ന സമയത്ത് അത് എന്തായിട്ട് മാറുന്നു, ഓവറീസ് ആയിട്ട് മാറുന്നു. ഓവറി അല്ലെങ്കിൽ അണ്ടാശയങ്ങൾ. അപ്പോൾ പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റിസ് ഫോർ മെയിൽ ആൻഡ് ഓവറി ഇതിലാണ് ഫീമെയിൽ. ഓക്കെ, അപ്പോൾ ടോട്ടൽ 10 എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, അന്തസ്രാവി ഗ്രന്ഥികൾ, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ നമ്മൾ പഠിക്കാനുള്ളത്. ഈ 10 അന്തസ്രാവി ഗ്രന്ഥികളിൽ 8 എല്ലാവർക്കും ഒരുപോലെയാണ്. ഇതിലെ സെക്സ് ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണെന്ത്, ടെസ്റ്റിസ്. അതുപോലെ അത് ഏതില്, മെയിലിൽ, മറ്റൊന്ന് ഫീമെയിൽ ആണെങ്കിൽ ഓവറീസ്. ഏതൊക്കെയാണ്, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പൈനിയൽ, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്. ദെൻ പാൻക്രിയാസ്, അഡ്രിനാലിൻ, ടെസ്റ്റിസ്, ഓവറീസ്. സോ ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന 10 അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയുന്നത്.